പൊറോട്ട കഷ്ണം എടുത്തിട്ട് ബീഫിൻ്റെ ഒരു കിട്ടിട്ട് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉനൈസാണ്. ഇന്ന് എൻ്റെ നാട്ടിലെ അസിയുടെ ചായക്കടയ്ക്കൊന്ന് പോയിട്ട് നല്ല ബീഫും പൊറാട്ടയും തട്ടാന്ന് വിചാരിച്ചു. അസിയുടെ പൊറാട്ടയും ബീഫും ഭയങ്കര ഫേമസ് ആയി ഇപ്പോൾ നാട്ടിൽ മൊത്തം. പുറം ഭാഗത്തു നോക്കി ആളുകൾ വന്നിട്ട് കഴിക്കണത് അറിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള അസീനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ അസിയുടെ ഒരു വീഡിയോ നമുക്ക് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പോണത് എങ്ങോട്ടാന്ന് അറിയോ? അസിക്കാക്കാടെ ബീഫ് കഴിക്കാനേ. ബീഫും പൊറാട്ട. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് അനീസും കൂടി അസിയുടെ ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഫും പൊറാട്ടയും പിന്നെ പറയണ്ടല്ലോ, മലയാളികളുടെ വികാരമാണ് ഇത് രണ്ടും. വണ്ടിയുടെ ബാക്കിലിരുന്ന് വേഗം വിട് എന്ന് പറയണ്ട അനീസ്. എങ്ങനെ വേഗം വിടുക? കാരണം റോഡ് മുഴുവൻ ഗട്ടറാണ്. എന്തായാലും ഏകദേശം അവിടെ എത്താനായി. സ്ഥലം എവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മുതുതല പഞ്ചായത്തിലെ കാരക്കുത്തങ്ങാടിയിൽ നിന്ന് വടക്കുമുറി ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും അസിയുടെ ഹോട്ടൽ സബ്ക. എന്താ ഉനൈസ ഈ എളുപ്പം വിടാത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പം ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ കീറ് പറയുന്നുണ്ട്. ഒന്നുമല്ല, ബീഫും പൊറാട്ടയും കഴിക്കാനുള്ള ഒരു പ്രത്യേകതര ആനന്ദത്തിലാണ് അവന്. പിന്നെ ഞാൻ മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുമല്ലോ. എന്തായാലും ഇതാ എത്തി. ഇതാണ് ലാൻഡ്മാർക്ക്. ഈ കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ. ഓക്കെ, എന്തായാലും ഇന്ന് ഞായറാഴ്ച കാരണം ഹോട്ടലിൽ വലിയ തിരക്കൊന്നുമില്ല. വളരെ ചുരുങ്ങിയ ആളുകളുള്ളൂ ഹോട്ടലിൽ. അപ്പോൾ നമ്മുടെ അസിക്കാക്ക അതിൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും മുപ്പര നമുക്ക് സാവധാനം ഇങ്ങനെ പരിചയപ്പെടാം. അനീസും ഭാഗമാണ് ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ അസിയുടെ ഹോട്ടലിൽ വന്നപ്പോഴേക്കിന് 11:30 ആയിരുന്നു. അത് കാരണം ഭക്ഷണം ഉണ്ടാക്കണതൊന്നും വ്ളോഗ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൂടി കാണിക്കായിരുന്നു, ഒന്നുകൂടി ഉഷാറായിരുന്നു. അസിയുടെ പൊടിക്കൈകളൊക്കെ നമുക്കൊന്ന് കാണാമായിരുന്നു. എന്തായാലും ഭക്ഷണം ഏകദേശം തീരാറായിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് മുന്നേ വിളിച്ച കാരണം. സൂപ്പറല്ല? സുഹൃത്ത് സുലൈമാന് പൊറാട്ടയും നല്ല മീൻ മുളകിലിട്ടാ വന്നല്ലേ. മീൻ മുളകിലിട്ട് കഴിക്കുന്നുണ്ട്. സുലൈമാൻ പറഞ്ഞു ഉഷാറാന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് സുലൈമാനെ? ഓക്കെ. ദൂരെ നിൽക്കുന്നുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് അറിഞ്ഞപ്പോൾ നാട്ടുമ്പുറത്തുള്ള നമ്മൾ പെട്ടെന്നൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. നല്ല ബീഫുമ്പോ നന്നായിട്ട് മല്ലിക്കണ് തോന്നുന്നു. ആകെ വേർത്തുക ഹരീസ്. ഓക്കെ ഓക്കെ. സബ്ക ഹോട്ടലല്ലേ? ഓക്കെ. നമ്മുടെ സ്പെഷ്യലാക്കി എന്തൊക്കെ ഉണ്ടാവും ഇവിടെ? ബീഫ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും. ഏതൊക്കെ ദിവസം? രാവിലെ എത്ര മണിക്ക് നിങ്ങളുടെ ഹോട്ടലും കാര്യങ്ങളും തുടങ്ങും? 5:30 മണിക്ക് തുടങ്ങും. 5:30 മണിക്ക് ഹോട്ടൽ തുടങ്ങും. 8 മണി രാത്രി 8 മണി വരെ. ഓക്കെ. ദാനം ഒരു ഉച്ചവരെ ഉണ്ടാവുള്ളൂ. മറ്റേ ഐറ്റംസ്. ഓക്കെ. സ്പെഷ്യല് ബീഫും പൊറാട്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പൊറോട്ട. എന്തായാലും ഭക്ഷണം അടിപൊളിയായിരുന്നു. എന്തെങ്കിലും കഴിച്ചു എന്ന് തോന്നണമെങ്കിൽ അസിയുടെ ബീഫും പൊറാട്ടയും വന്ന് കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എന്താണ്. മനസ്സ് നിറഞ്ഞ് കഴിച്ചു. പിന്നെ വില ഒന്നും അധികമൊന്നുമില്ല കേട്ടോ, ഒരു മിതമായ വിലയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് അസിയുടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആളുകൾ വരിക.
അസീനെ സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ്.